അസ്സലാമലൈക്കും ഗൈസ്. ഞങ്ങൾ ആഗ്രയ്ക്ക് പോകാം കേട്ടോ. ഡൽഹിയിലെത്തിയിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. താജ്മഹൽ കാണാനുള്ള അന്നത്തെ ദിവസമാണിത്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ രാവിലെ തന്നെ നല്ല ഉറക്കമായിരുന്നു. പോണ വഴിക്കുള്ള ഫുഡും കഴിച്ചത്. പിന്നെ ഷാജഹാന്റെ കാലത്താണ് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുന്നത്. നമ്മൾ നാളെ കാണാൻ പറ്റുമായിരിക്കും. റെഡ് ഫോർട്ട് ഉണ്ടാക്കിയത് ഷാജഹാനാണ്, ജുമാ മസ്ജിദ് ഉണ്ടാക്കിയത് ഷാജഹാനാണ്, ഡൽഹിയിൽ നിന്ന് പലരും ഷാജഹാൻ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാനാണ്. നമുക്കറിയാം ഷാജഹാന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ ഖബറായിട്ടാണത് ഉണ്ടാക്കിയത്. അതിനകത്ത് തന്നെയാണ് ഷാജഹാന്റെ ഖബറും അതിനകത്ത് രണ്ട് ഖബറുണ്ട് അവിടെ, രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പം അതിന് ഏറ്റവും തൊട്ടടുത്ത് തന്നെയാണ് ആഗ്ര ഫോർട്ടും. കുറഞ്ഞ ദൂരമുള്ളൂ. ആഗ്ര ഫോർട്ട് നോക്കിയാൽ താജ്മഹൽ കാണാൻ പറ്റും. പിന്നെ താജ്മഹൽ കാണാൻ പറ്റും. ഇദ്ദേഹത്തിന് ഷാജഹാന് 7 മക്കളുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകനായിരുന്നു, ഇഷ്ടപ്പെട്ട മകനായിരുന്നു ദാരാഷിഖ് എന്നുള്ളത്. ദാരാഷിഖിനെയാണ് ഇയാൾ അനന്തരാവകാശിയാക്കിയത്, കിരീടാവകാശിയാക്കിയത്. പിന്നെ ഷാജഹാന് സുഖമായി കിടക്കുന്ന സമയത്ത് ദാരാഷിഖ് ഭരണാധികാരിയായി. പക്ഷേ ദാരാഷിഖിനെതിരെ അയാളുടെ വേറൊരു മകനായ ഔറംഗസീബ് യുദ്ധം നടത്തി. ദാരാഷിഖ് പാകിസ്ഥാനിലെ മുൾത്താനിലേക്ക് രക്ഷപ്പെട്ടു. അവിടുന്ന് പിന്നെ അവിടുത്തെ ഒരാളുടെ കൂടെ കൂടിയിട്ട് ഇദ്ദേഹത്തിനെ യുദ്ധം ചെയ്യാമെന്ന് ഔറംഗസീബിനെ. ഔറംഗസീബ് അയാളെ തോറ്റു. പിന്നീട് അവിടുത്തെ പാകിസ്ഥാനത്തെ രാജാവ് ദാരാഷിഖിനെ പിടിച്ച് ഇയാൾക്ക് കൊടുത്തു. ഔറംഗസീബിന് കൊടുക്കുന്ന ഔറംഗസീബ് അയാളെ കൊടുത്തു. അതാണ് ചരിത്രമുള്ളത്. പിന്നെ ഔറംഗസീബിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, അല്ല ഷാജഹാൻ ഔറംഗസീബിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം ഷാജഹാനെതിരെ ഔറംഗസീബിനെതിരെ നിന്ന സമയത്ത് ഈ പറഞ്ഞ ആഗ്ര ഫോർട്ടിൽ ഷാജഹാനെ തടവിലാക്കി. അങ്ങനെ ഷാജഹാൻ താജ്മഹൽ കണ്ടുകൊണ്ടാണ് മരിക്കുന്നത്. ഇവിടെ കിടന്നിട്ട് താജ്മഹൽ കണ്ടുകൊണ്ടാണ് ഷാജഹാൻ മരിക്കുന്നത്. ഇത് നമ്മൾ ചെങ്കോട്ട പോലെ ഇന്നലെ കണ്ട ഹുമയൂൺ പോലെ റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആഗ്രയിലെ റെഡ് ഫോർട്ട് എന്നറിയപ്പെടുന്നുണ്ട്. ഈ ആഗ്ര ഫോർട്ട് കേട്ടോ. റെഡ് ഫോർട്ട് ശരിക്കും ഡൽഹിയിലാണ്. ഇത് ആഗ്രയിലെ റെഡ് ഫോർട്ട് എന്നറിയപ്പെടുന്നത് കേട്ടോ. അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ സാറ് ആഗ്ര ഫോർട്ടിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ ആഗ്ര ഫോർട്ടിൽ എത്തിയിട്ടോ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആഗ്ര ഫോർട്ട് കാണാൻ ഒരു രക്ഷയില്ല. ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ട്. പുറമേ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഒരു കോട്ടേൻ്റെ ഉള്ളിൽ ഓരോ കൊട്ടാരാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്നാണ് പറയണത്. അത് കോട്ട കെട്ടിയിട്ട് ഇങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും പോയിട്ടോ. ഒപ്പോഴാണ് എല്ലാവരും നടക്കണത്. അതിൻ്റെ ഭംഗിയാണ് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്ത് ഭംഗിയാണ് കാണാൻ വെച്ചിട്ടാ, നല്ല ഭംഗിയായിട്ട് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. റെഡ് ഫോർട്ട് പിന്നെ ഞങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റിയില്ല. റെഡ് ഫോർട്ട് കാരണം ഈ റിപ്പബ്ലിക്കിൻ്റെ ടൈമിലാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓവർവ്യൂ ആണ് കിട്ടിയത്. ഇതേ കണ്ടോ, തല തിരിയണം ഞാനെല്ലാം എടുക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകും. കുറേ തല തിരിഞ്ഞിട്ടും കുറേ നല്ലതായിട്ടും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും നോക്കണ്ടാവുന്നു. പിന്നെ അങ്ങനെ പോയി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും തോറും ഇതതിൻ്റെ ഗേറ്റാണ്. 2-3 ഗേറ്റൊക്കെ തന്നെ. ഞങ്ങൾ ഈ ഗേറ്റ് കിടന്നിട്ട് അതിൻ്റെ സൈഡിലേക്കുള്ള വഴിക്കൂടെയാണ് പോയത്. എന്ത് ഭംഗിയാണ് കാണാൻ നല്ല ഡിസൈനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുറേ ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ കുറേ ഞങ്ങളെ വീഡിയോസും ഫോട്ടോസൊക്കെ അവരും കുറേ എടുത്തിരുന്നു. പിന്നെ അവരുടെ കൂടെ നിന്നിട്ടും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങളും എടുത്തിരുന്നു കേട്ടോ. നിങ്ങളുടെ ഈ സൈഡിലേക്കാണ് ഞങ്ങൾ പോയത്. അങ്ങോട്ടൊക്കെ വഴിയുണ്ട്. പക്ഷെ ഇവിടുന്ന് ഞങ്ങൾക്കുള്ള സങ്കടം എന്താ വെച്ചാൽ കൂടുതൽ നേരം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. താജ്മഹലത്തെ ടൈം കുറേയെന്ന് പറഞ്ഞാണ്ട് ഇവിടെ കുറേ സമയമൊക്കെ ചുറ്റി കറങ്ങാൻ പറ്റിയില്ല. പിന്നെ വീഡിയോസ് ഇങ്ങനെ അടുത്ത് നടക്കണോണ്ട് തന്നെ അങ്ങനൊരു സമയം ഞങ്ങൾക്ക് ഇതിന് വന്നു. അല്ലാതെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാണാൻ മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ ഇത് ഫുള്ള് കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ഒന്നും കൂടി വരണം, മൊത്തത്തെ കാണാൻ പറ്റിയ രൂപത്തിൽ നിന്ന്. താജ്മഹൽക്കായതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ പാർട്ടി വേറിട്ട് എല്ലാവരും പോകുന്നത്. ആദ്യം ഞങ്ങൾ ആഗ്ര ഫോർട്ടിലേക്കാണ് വന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ താജ്മഹൽ പോയി കണ്ടത്. ഇതിൽ ആഗ്ര ഫോർട്ടിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റ് ഞങ്ങൾ വീഡിയോസ് ഫോട്ടോസ് എടുക്കുകയാണെന്ന്. അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന കാക്കനെ കൊണ്ട് ഫോൺ കൊടുത്തിട്ട് എടുപ്പിച്ചതാട്ടോ. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസ് ഞങ്ങൾക്ക് ഒറ്റയ്ക്കായിട്ടോ അങ്ങനെയൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെ വീഡിയോസ് എടുക്കുമായിരുന്നു.
ആദ്യം ഇത് ജിഷാനെ ഓൾഡ് എടുത്തു, അതിന് ശേഷം ഞാൻ നിന്നു, ഞങ്ങളോട് ഇന്ത്യത് എടുത്തു. അവിടെ അടുത്തോളം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറേ മുതലാക്കിക്കണം ഇവിടുന്ന് ഉണ്ടോ നല്ല രസമുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടുകയും ചെയ്തതാണ്. ഈ ആഗ്ര ഫോർട്ടിൽ അല്ല താജ്മഹലിന് ഈവനിങ് ആയതുകൊണ്ട് തന്നെ വല്ലാതെ നല്ല ഫോട്ടോസും വീഡിയോസ് കിട്ടിയിട്ടില്ല, പക്ഷേ ഫോട്ടോസ് വല്ലാതെ കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടുന്ന് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയതൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ ഉള്ളോട്ടേക്ക് പോവുകയാണേ. ഉള്ളോട്ടേക്ക് പോകും തോറും ഇതിലുള്ള ഇവിടുത്തെ ജയിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് താജ്മഹൽ കാണുന്നുണ്ട്. ഇതിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ അവിടുന്ന് കാണുന്നുണ്ട്. പിന്നെ ഞങ്ങളവിടെ പറ്റിയിട്ട് പിന്നെയും ഫോട്ടോസ് എടുക്കൽ തന്നെയാണ് പണി. ഇതന്നെ പണി, ഫോട്ടോ എടുത്ത് കണ്ട് അത്രയും ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് എന്ന് പറയാം. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ കാണാൻ കേട്ടോ. അതിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് ഇവിടുന്ന് അതിന് കാണുമ്പോൾ അതാട്ടോ. പിന്നെ ഞങ്ങൾ ഈ സാധനം വാങ്ങിച്ചു. അപ്പം അത്രേ ഉള്ളൂ.